എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 പ്രൊഫഷൻസ് നമ്മുടെ NOC കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലേബർ ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു 16 ജോബ് ഏതൊക്കെ പ്രൊഫഷൻസ് ആണെന്നുള്ളത് NOC കോഡിൽ ആഡ് ചെയ്തത്. എന്തിനാണ് ഇവർ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ത്രൂ എക്സ്പ്രസ് എൻട്രി ഇവർക്ക് PR കൊടുക്കാനും പല PNB പ്രോസസ്സിൽ ഈ പ്രൊഫഷൻസിന്റെ കാര്യം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ ഒരു 16 പ്രൊഫഷൻസും ഇതിനകത്ത് സാലറി ആവറേജ് സാലറി റേഞ്ച് എന്താണ്, അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങളുടെ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ പല PNB പാത്വേസിലൂടെ കൂടി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം വേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ജോബ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേറോൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് നമ്മുടെ ഈ സാലറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മുടെ സാലറിക്ക് അത് എത്ര ടാക്സ് റിഡക്ഷൻ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്ന ആളാണ് പേറോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് സാലറി ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 50,000 CAD മുതൽ 70,000 CAD വരെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഇന്ത്യൻ റുപ്പീസ് എത്രയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇൻറ്റു 60 ചെയ്ത് നോക്കിയാൽ മതി. അത് കുറച്ച് വേരി ചെയ്യും, 59, 61 ഒക്കെ ആകും. പക്ഷെ എങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു 50,000 CAD ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് സാലറി, ഇനി പറയാൻ പോകുന്ന എല്ലാ പ്രൊഫഷൻസിന്റെയും ആവറേജ് സാലറി നമുക്ക് INR കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻറ്റു 60 ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദന്തൽ അസിസ്റ്റന്റ്, ദന്തൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്. അതായത് ഈ ദന്തൽ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഡെന്റൽ ഹോസ്പിറ്റലിലുള്ള ടൂൾസിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 40,000 CAD മുതൽ 60,000 CAD ആണ് വരുന്നത്. ഈ ഞാൻ പറയാൻ പോകുന്ന ഈ 16 പ്രൊഫഷൻസ് ഇപ്പം പ്രൊഫഷനിലേക്ക് NOC കോഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എക്സ്പ്രസ് എൻട്രിയിലും PNBയിലും നമുക്ക് PR സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പം എല്ലാവർക്കും ജോബ് കിട്ടുന്ന ഒരു ഫീൽഡാണ് നേഴ്സസും പേഷ്യന്റ് സർവീസ്, അതായത് കെയർ ഗീവർ ആയിട്ടും. അതായത് നമുക്ക് കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കെയർ ഹോമിലൊക്കെ പോയിട്ടും ഇപ്പൊ അവരെ നമുക്ക് ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ കുളിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളും അവർ ഉറങ്ങുമ്പോഴത്തേന് കൂടെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറിയാണ് ഈ കെയർ ഗീവേഴ്സ് എന്ന് പറഞ്ഞു വരുന്നത്. ഇതിന് ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ ഉണ്ട്. കാരണം ഒരുപാട് ലേബർ ഷോർട്ടേജ് ഉള്ള ഒരു ഫീൽഡാണ്. കാരണം ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പ്രായമായിക്കൊണ്ടിട്ട് വരുവാണ്. അപ്പൊ ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ഒരു യങ് ജനറേഷന് സമയമില്ലാത്തത് കൊണ്ടിട്ട് വേറെ കെയർ ഗീവേഴ്സിനെയൊക്കെ ഇവര് ആ വീട്ടിലേക്ക് ഹയർ ചെയ്യും. വീട്ടിലേക്ക് പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കെയർ ഹോമിലേക്ക് പോയിട്ടും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,000 CAD മുതൽ 60,000 CAD വരെയാണ് വരുന്നത്. നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് വരുന്നത്. അതായത് ഫാർമസിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ മരുന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയുള്ള സ്റ്റോക്ക് ഒക്കെ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാർമസി ടെക്നിക്കൽ അസിസ്റ്റന്റ് വരുന്നത്. അതിന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ 40,000 മുതൽ 55,000 CAD വരെയാണ് ആവറേജ് സാലറി ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്ററി ആൻഡ് സ്കൂൾ ടീച്ചർ അസിസ്റ്റന്റ് ആണ് വരുന്നത്. അതായത് സ്കൂൾ ടീച്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടിയുള്ള മെറ്റീരിയൽസ് പ്രിന്റ് ഔട്ട് എടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലാസ് റൂമിൽ എന്തെങ്കിലും അസൈൻമെന്റ്സ് പ്രോജക്റ്റും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് ഈ എക്സ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ലെവലിലുള്ള ഒരു അസിസ്റ്റന്റിന്റെ ഹെൽപ്പിന് വേണ്ടിയാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,000 CAD മുതൽ 40,000 CAD വരെയാണ് ആവറേജ് സാലറി ഈ ഒരു പ്രൊഫഷനിൽ വരുന്നത്. അടുത്ത ആറാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഷെറീഫ്സ് ആൻഡ് ബെയിലീസ് ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് കോർട്ടിന്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകം ഒരു എക്സാമിനേഷൻസ് ഒക്കെ എഴുതണം. ലീഗലായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു ഇപ്പൊ കോർട്ടിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സെക്യൂരിറ്റി കാര്യങ്ങൾ അതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഒരു ആറാമത്തെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ 55,000 CAD മുതൽ 70,000 CAD വരെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. ഏഴാമത്തെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കറക്ഷൻ സർവീസ് ഓഫീസർ ആണ് വരുന്നത്. അതായത് ഈ ജയിൽ പുള്ളികൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അപ്പൊ ഇവരെ കോർട്ടിലേക്ക് കൊണ്ടുവരിക, അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏഴാമത്തെ പ്രൊഫഷന്റെ അണ്ടറിൽ വരുന്നത്. ഇതിന്റെ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 55,000 CAD മുതൽ 75,000 CAD വരെയാണ് വരുന്നത്. ഇതിനും ഒരു ലീഗൽ എക്സാമിനേഷൻസ് ഒക്കെ പാസ്സായാൽ മാത്രമേ ഈ ഒരു ജോബിലേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ അടുത്ത എട്ടാമത്തെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ബൈല എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ്. അതായത് പബ്ലിക്കിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ പോലീസ് അങ്ങനെയൊക്കെ പല കാറ്റഗറി വരില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബൈല എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. പബ്ലിക്കിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിന്റെ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 50,000 CAD മുതൽ 60,000 CAD വരെയാണ് വരുന്നത്. ഇതിനും ഇതുപോലെ എക്സാമിനേഷൻസ്, ലോ ആയിട്ട് ബന്ധപ്പെട്ട എക്സാമിനേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാസ്സാവണം
ആവേണ്ടിയിരിക്കണം. 9ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എസ്തെറ്റീഷ്യൻസ് ആണ്. അതായത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട്, അതായത് ബ്യൂട്ടി, പേഴ്സണൽ കെയർ, സ്കിൻ കെയർ അങ്ങനെയുള്ള ഫീൽഡിലേക്ക് ബന്ധപ്പെട്ട ആൾക്കാരെയാണ് എസ്തെറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ഇവ ഭയങ്കര ബൂമിംഗ് ആയിട്ടുള്ളതാണ്. ഇപ്പം കുറെ ആൾക്കാർ ഇപ്പൊ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. സ്കിൻ കെയർ, പേഴ്സണൽ കെയർ. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ലെങ്കിലും ഇവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് വേണ്ട പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 30,000 മുതൽ 50,000 CAD വരെയാണ് ഈ ഒരു എസ്തെറ്റീഷ്യൻസിന്റെ സാലറി എന്ന് പറയുന്നത്. ഇത് 10ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ഇൻസ്റ്റാളേഴ്സ് ആൻഡ് സർവീസസ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് വേണമെങ്കിൽ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങളും ഫിക്സ് ചെയ്യണം, നമുക്ക് വിൻഡോയുടെ കാര്യങ്ങൾ കേടായിപ്പോയി അത് ശരിയാക്കണം, ഒരു കാര്യങ്ങളൊക്കെ കേടായി അതൊക്കെ ഒന്ന് ശരിയാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഇത് ഭയങ്കര ഡിമാൻഡാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു കാര്യങ്ങൾ തന്നെ ശരിയാക്കണമെങ്കിലും ഒരുപാട് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. മോസ്റ്റ്ലി ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും സ്വന്തമായിട്ട് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ വീട്ടിലേക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്യും. പക്ഷെ അവർക്ക് നല്ല എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പൊ പെർ അവറിൽ തന്നെ ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനമാണ് ഈ ഇൻസ്റ്റാളർ കാറ്റഗറിയിൽ, ഈ സർവീസസ് ഇൻസ്റ്റാളർ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ വന്നത്. ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 40,000 CAD മുതൽ 60,000 CAD വരെയാണ് ഒരു ആവറേജ് സാലറി ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത 11ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പെസ്റ്റ് കൺട്രോളേഴ്സ് ആണ്. ഇതിപ്പോ റെസിഡൻഷ്യൽ ആണെങ്കിലും അഗ്രികൾച്ചർ ഫീൽഡിലാണെങ്കിലും കുറെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ആ കാറ്റഗറിയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ ബെഡ് ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പെസ്റ്റ് കൺട്രോളേഴ്സിനെയാണ് നമ്മൾ വിളിക്കാം. അവർ അപ്പോയിന്റ്മെന്റ് ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്ത് വെക്കുന്നത്. ഇത് ബോത്ത് റെസിഡൻഷ്യലിലും ബാധകമാണ്, അഗ്രികൾച്ചർ ഫീൽഡിലും ബാധകമാണ്. കാരണം ഇപ്പൊ ഒരുപാട് പെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലൈമറ്റ് വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ തന്നെ ഒരുപാട് എണ്ണത്തിന്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള പ്രൊഫഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ 35,000 മുതൽ 55,000 CAD വരെയാണ് വന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അതർ അപ്ലയൻസ് റിപ്പയർസ് ആൻഡ് സർവീസസ് കാറ്റഗറിയാണ് വന്നത്. അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കാം, നമ്മൾ നല്ല വർക്ക്ഷോപ്സ് ഒക്കെ ഇല്ലയോ, അതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും. ഇതിന്റെ ഒരു സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ 45,000 CAD മുതൽ 60,000 CAD വരെയാണ് വന്നത്. ഇനി 13ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ട്രക്ക് ഡ്രൈവേഴ്സിന്റെ കാറ്റഗറിയാണ്. അതായത് ഒരു പ്രൊവിൻസിൽ നിന്ന് വേറൊരു പ്രൊവിൻസിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. ഈ ഹോൾസെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകും, ഷോപ്പിലത്തേക്ക് വേണ്ടിയിട്ടുള്ളതും, അല്ലെങ്കിൽ അത് പ്രൊവിൻസ് ബേസ് തന്നെ വേണമെന്നില്ല, വേറൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് ട്രക്ക് ഡ്രൈവേഴ്സിന്റെ ആണ്. അതായത് സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ട ലോജിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന്റെ ഷോർട്ടേജ് ആണ് വന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 55,000 CAD മുതൽ 60,000 CAD വരെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വന്നത്. അടുത്ത 14ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബസ് ഡ്രൈവേഴ്സിന്റെ കാറ്റഗറിയാണ് വരുന്നത്. അതും ഷോർട്ടേജ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. കാരണം ഇപ്പം കുറെ ഔട്ട്സ്കേർട്സിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പം ബസ് സർവീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടത്തേക്കുള്ള ആൾക്കാരെ വേണ്ടി വരും. അപ്പൊ ഇവിടെ നാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ബസ് ഡ്രൈവേഴ്സിന്റെ കാറ്റഗറിയിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 45,000 CAD മുതലും 70,000 CAD വരെയാണ് വന്നത്. ഇനി അടുത്ത 15ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹെവി എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റേഴ്സിനാണ്. ഈ ഒരു ക്രെയിൻസ് അങ്ങനെയൊക്കെ വലിയ വലിയ ഇപ്പൊ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലത്തുള്ള വലിയ വലിയ മെഷീനറീസ്, അല്ലെങ്കിൽ വലിയ ഈ ഫാക്ടറീസ് ഉള്ള മെഷീനറീസ് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് വന്നത്. അവരെ ഒരു സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ 55,000 CAD മുതൽ 80,000 CAD വരെയാണ് വന്നത്. ഇനി അടുത്ത 16ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് അസംബ്ലർ ആണ് വന്നത്. അതായത് എയർക്രാഫ്റ്റ് ഫീൽഡിലെ എക്യുപ്മെന്റ്സിന്റെ അസംബ്ലർ, പിന്നെ അതിന്റെ സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പൊ ഇതിന്റെ ഒരു സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ 65,000 CAD മുതൽ 80,000 CAD വരെയാണ് പറയുന്നത്. അപ്പം ഇതാണ് 16 ഈ ഒരു പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. ഈ 16 പ്രൊഫഷൻസ് ആണ് നമുക്ക് എക്സ്പ്രസ് എൻട്രിയിലും PNBയിലും നമുക്ക് ഡയറക്റ്റ് PR കിട്ടുന്നതിലേക്ക് NOCയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിലുള്ള നല്ലൊരു സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രിയിലാണെങ്കിലും പല പല പ്രൊവിൻസുകൾ PR കിട്ടും PNB പ്രോസസ്സിലൂടെ. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെയുള്ള അത് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.